This class we will discuss tunnel diode. This tunnel diode is also known as Isaki diode, and this diode is also characterized with the negative resistance region as we have discussed in gun diode. സോ ഇവിടെ ടണലിംഗ് എന്ന് പറയുന്നത് യൂഷ്വലി ഇലക്ട്രോൺസ് അപ്പം പി എൻ ജംഗ്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ദർ ഇസ് എ ബാരിയർ പൊട്ടൻഷ്യൽ. ആ ബാരിയർ പൊട്ടൻഷ്യലിനെ കാട്ടിലും ഈക്വൽ ഓർ എബോ ഒരു എക്സ്റ്റേണൽ സപ്ലൈ കൊടുക്കുമ്പോഴാണ് പിന്നീട് കാരിയർ മൂവ് ചെയ്യുന്നതും കറസ്പോണ്ടിംഗ്ലി കറണ്ട് ജനറേറ്റ് ചെയ്യുന്നതും. സോ അപ്പോൾ അതിൽ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പറയാം. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ജംഗ്ഷൻ്റെ വിട്ടും ഒക്കെ വെച്ചിട്ടാണ്, ട്രാൻസിറ്റ് ടൈം കൺസെപ്റ്റിലൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, റിലേറ്റഡ് ടു ദാറ്റ് ഡയോഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് ഇൻ ദിസ് കേസ് ഈ ഹൈലി ഡോപ്ഡ് ആയതുകൊണ്ട് ദിസ് ഡയോഡ് ഈസ് ഹെവിലി ഡോപ്ഡ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദിസ് ഡയോഡ് ഈസ് ഹെവിലി ഡോപ്ഡ്. സോ ദ ഡോപ്പിംഗ് ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻⁹, 10⁻20 ഇൻ ദിസ് റേഞ്ച്. ഓക്കെ, സോ ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ബാരിയറിൻ്റെ വിട്ട് വളരെ കുറവായിരിക്കും. ഇറ്റ്സ് ഇൻ ദ റേഞ്ച് ഓഫ് നാനോമീറ്റർ. ഓക്കെ, 100 ആംസ്റ്റർ എന്ന് പറയാം, ഇറ്റ്സ് ഇൻ ദ റേഞ്ച് ഓഫ് നാനോമീറ്റർ. അപ്പം ഹെവിലി ഡോപ്ഡ് ടണലിംഗ് നടക്കാനുള്ള രണ്ട് കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഒന്ന് ഇത് ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്തിരിക്കണം. ഹെവി ആയിട്ട് ഡോപ്പ് ചെയ്തിരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ബാരിയറിൻ്റെ വിട്ട് വളരെ നാരോ ആയിരിക്കും. സോ ഒരു ബാരിയറിൽ നിന്നും യൂഷ്വലി ഉള്ള മൂവ്മെന്റ് ആയിരിക്കില്ല നടക്കുന്നത്. ദ കരിയർ ക്യാൻ പെനിട്രേറ്റ് ദി ബാരിയർ ബിക്കോസ് ഓഫ് ദീസ് കണ്ടീഷൻ. പെനിട്രേറ്റ് ചെയ്തായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് ടണലിംഗ്. ആ പ്രോസസ്സിനെയാണ് ടണലിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വയലേറ്റ് ദി ക്ലാസിക്കൽ മെക്കാനിക്സ്. ഇതിൽ യൂസ് ചെയ്യുന്ന തിയറി ക്വാണ്ടം മെക്കാനിക്സ് എഫക്റ്റ് ആണ്. യൂഷ്വലി സബ് പാർട്ടിക്കിൾസിനെല്ലാം ക്വാണ്ടം മെക്കാനിക്സിന്റെ ലോസും അതിന്റെ ഇക്വേഷൻസും യൂസ് ചെയ്യുന്നത്. സോ ഹിയർ ഓൾസോ we are following ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല. യു ജസ്റ്റ് റിമെമ്പർ ഇവിടെ സംഭവിക്കുന്നത് ടണലിംഗ് ആണ്. ടണലിംഗ് യൂഷ്വലി പോകുന്നത് പോലെ ബാരിയർ പൊട്ടൻഷ്യലിനെക്കാളും എബോ പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോഴല്ല മൂവ് ചെയ്യുന്നത്. ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദി പെനിട്രേഷൻ ഓഫ് ദ കാരിയർ ത്രൂ ദി ബാരിയർ പൊട്ടൻഷ്യൽ. ഇറ്റ്സ് നോട്ട് ഓവർ ദി പൊട്ടൻഷ്യൽ, ഇറ്റ്സ് ത്രൂ ദി ബാരിയർ പൊട്ടൻഷ്യൽ. So here PN junction, this is not PN junction, separate P and N region. P region le conduction band EC and valence band is EV. Then N side le conduction band and P N side le valence band. Generally P and N region P region Fermi level is very close to the valence band usually. But since it is heavily doped, this Fermi level is inside the valence band. Okay. Here also usually in N region, the Fermi level is close to the conduction band ആയിരിക്കും. ശരിക്കും close to the conduction band ആണ് വരേണ്ടത്. Since it is heavily doped, the Fermi level is above the conduction band. So ഈ ഒരു ഡയഗ്രാം എന്ന് വെച്ചാൽ this is not PN junction, P region and N region. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ്. P regionന്റെ കണ്ടക്ഷൻ ബാൻഡ്, P regionന്റെ വാലൻസ് ബാൻഡ്, N regionന്റെ കണ്ടക്ഷൻ ആൻഡ് N regionന്റെ വാലൻസ് ബാൻഡ്. ജനറലി ഇത് വരേണ്ടിയിരുന്നത്, അതായത് സാധാരണ ഒരു ഡോപ്പിംഗ് പ്രൊഫൈൽ ആയിരുന്നെങ്കിൽ ദിസ് ഫെർമി ലെവൽ ഈസ് ക്ലോസ് ടു ദ വാലൻസ് ബാൻഡ് ആണ് ഇവിടെയായിരുന്നു വരേണ്ടിയിരുന്നത്. സിൻസ് ഇറ്റ് ഈസ് ഹെവിലി ഡോപ്ഡ്, ദിസ് Fermi level is inside the valence band. Here also it is heavily doped. This is not close to the conduction band. It is over the Fermi level, over the conduction level. So ഇത് ശരിക്കും പിയും എന്നും സെപ്പറേറ്റ് റീജിയൻ ആണ്. ഇനി ഇത് പി എൻ ജംഗ്ഷൻ ആകുമ്പോൾ this will automatically maintain some equilibrium. Okay, equilibrium കണ്ടീഷനിലുള്ള പി എൻ ജംഗ്ഷൻ കാണിച്ചു തരാം. This is for tunnel diode. Okay, ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ വരയ്ക്കുമ്പോൾ. ഇവിടെ നോക്കുമ്പോൾ ഇത് ഇക്വിലിബ്രിയം ആണ്. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഫെർമി ലെവൽ ഒരേ ലെവലിൽ തന്നെ അലൈൻ ചെയ്യും. ഇവിടെ നമുക്ക് നോക്കാം, പി സൈഡിൽ ദിസ് ഇസ് ഇൻസൈഡ് ദി വാലൻസ് ബാൻഡ് ആൻഡ് എൻ സൈഡിൽ ദിസ് ഇസ് എബോവ് ദി കണ്ടക്ഷൻ ബാൻഡ്. ഇങ്ങനെ വേണം ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ടണൽ ഡയോഡിൻ്റെ
എനർജി ബാൻഡ്സ് വരയ്ക്കേണ്ടത്. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ ദിസ് ഇസ് ഇ ജി എന്ന് പറയുന്നത് ബാൻഡ് ഗ്യാപ്പ്, കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിലുള്ള എനർജി ലെവലാണ് ഇ ജി. ഇനി ഇത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇ ജിയുമായിട്ട് കമ്പയർ ചെയ്ത വോൾട്ടേജ് ഒന്നും അല്ല കൊടുക്കേണ്ടത്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു എൻ സൈഡ് ഹെവിലി ഡോപ്ഡ് ആണ്. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ ചാൻസസ് ഉള്ള ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഈ ഒരു റീജിയനിലാണ്. ഇൻ ബിറ്റ്വീൻ ഇ സി ആൻഡ് ഇ എഫിലാണ് ഇലക്ട്രോൺസ് മാക്സിമം ഫില്ല് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് ദ ടെൻഡൻസി ടു മൂവ് across this barrier potential. So ഇതാണ് ഇതിന്റെ barrier potential. This region is the barrier potential. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് റിസീവ് ചെയ്യാൻ ഏറ്റവും ചാൻസ് ഉള്ള empty സ്പേസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ദിസ് ഇ എഫ് ആൻഡ് ഇ വി ആണ്. അപ്പം ഞാൻ ടെക്സ്റ്റിലെ ഫിഗർ കാണിച്ചു തരാം. സോ ദിസ് ഈസ് ദ figure from your textbook. So നേരത്തെ വരച്ച ഫിഗർ പോലെ തന്നെയാണ്. ഇൻ ബിറ്റ്വീൻ ഇ എഫ് ആൻഡ് ഇ സി ഫീൽഡ് സ്റ്റേറ്റ് ഇലക്ട്രോൺസ് മാക്സിമം ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ആണ്. അപ്പം ഇൻ ബിറ്റ്വീൻ ഫോർ ദ പി സൈഡ് ഇ എഫ് ആൻഡ് ഇ വി ഇൻ ബിറ്റ്വീൻ ദ എം ടി സ്പേസ് മാക്സിമം ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു എനർജി ലെവലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓപ്പൺ കണ്ടീഷൻ ആണ്. ഇവിടെ നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു കണ്ടക്ഷൻ, ഒരു ടണലിംഗ് ആണ് നടക്കുന്നത്. ദർ ഇസ് നോ കണ്ടക്ഷൻ. ഇങ്ങനെ ബാരിയർ ക്രോസ് ചെയ്തല്ല പോകുന്നത്, ബാരിയറിനെ പെനിട്രേറ്റ് ചെയ്താൽ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് എനർജി ലെവലും, അതായത് എം ടി സ്റ്റേറ്റും ഫിൽഡ് സ്റ്റേറ്റും ഒരേ ലെവലിൽ വരണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ സീറോയിൽ നിന്ന് പതിയെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഫിൽഡ് സ്റ്റേറ്റും എം ടി സ്റ്റേറ്റും ഒരേ ലെവലിൽ വരാൻ തുടങ്ങും. ദെൻ അങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള ഫിഗർ നെക്സ്റ്റ് സ്ലൈഡിൽ കാണാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് 0 ഇൻ ബിറ്റ്വീൻ 0 ടു വി പി. വി പി ഒരു വാല്യൂ പോയിന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു മാക്സിമം കണ്ടക്ഷൻ നടക്കുന്ന അറ്റ് ദ പോയിന്റ് ഓഫ് വി പി ആണ്, ഒരു റെഫറൻസ് പോയിന്റ് ആണ്. മാക്സിമം മൂവ്മെന്റ് നടക്കുന്ന പോയിന്റ്, മൂവ്മെന്റ് നടക്കാവുന്ന വോൾട്ടേജ് ആണ് വി പി. സോ ദാറ്റ് ദ റെഫറൻസ് ഈസ് വി പി. ഓക്കെ, സോ ജസ്റ്റ് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അപ് ടു വി പി. ദിസ് ഇലക്ട്രോൺസ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ടു ഫ്ലോ അക്രോസ് ദി ബാരിയർ റീജിയൻ. അപ്പം ഇതിൽ എം ടി സ്റ്റേറ്റും എം ടി സ്റ്റേറ്റ് ആൻഡ് ഫീൽഡ് സ്റ്റേറ്റ്സ് ഏതാണ്ട് ഒരേ ലെവലിൽ വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇത് 0 ടു വി പി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും, ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആ റീജിയൻ അപ്പോഴുണ്ടാകുന്ന കറണ്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. സീറോയിൽ നിന്നും ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി വി പി ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ദേ ആർ മേർജ്. കംപ്ലീറ്റ് ഒരു കണക്ഷൻ വരും. ഈ കണ്ടക്ഷൻ ബാൻഡും ഈ ഫീൽഡ് സ്റ്റേറ്റും ടണൽ സ്റ്റേറ്റിനും എനർജി ലെവല് ഒരേ ലെവലിൽ വരുന്ന വോൾട്ടേജ് ആണ് വി പി. അറ്റ് ദാറ്റ് ടൈം മാക്സിമം കറണ്ട് അറ്റൈൻ ചെയ്യാൻ പറ്റും. ആ ഒരു റീജിയൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാക്സിമം എനർജി, മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വി പിക്ക് ഈക്വൽ ആകുമ്പോഴായിരിക്കും മാക്സിമം കറണ്ട് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. കറസ്പോണ്ടിംഗ്ലി വി വിൽ ഗെറ്റ് മാക്സിമം കറണ്ട്. സോ ഐ പി ഈസ് ദി പീക്ക് കറണ്ട്. ഇനി അടുത്തത്, ഇനി നമ്മൾ വോൾട്ടേജ് വി പിയെക്കാളും കൂട്ടുമ്പോൾ ഈ എനർജി ലെവൽ പിന്നെ ഇത് മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ എനർജി ലെവൽ മേളിലോട്ട് പോകും. സോ ദ അവൈലബിലിറ്റി ഓഫ് ദിസ് സ്റ്റേറ്റ്സ്, ഇലക്ട്രോൺ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദിസ് കണ്ടക്ഷൻ ബാൻഡ് ടു ദിസ് എം ടി ഫീൽഡ് സ്റ്റേറ്റ് ടു എം ടി സ്റ്റേറ്റ്സ് വിൽ റെഡ്യൂസ്. പിന്നെ ഒരു അവൈലബിലിറ്റിക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഉണ്ടാകും. ഈ കണ്ടക്ഷൻ ടു ഈ പറയുന്ന ഫീൽഡ് സ്റ്റേറ്റിൽ നിന്നും എം ടി സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റീജിയനിൽ കറണ്ട് കുറഞ്ഞ് വരികയാണ്. പിന്നെയും നമ്മളത് ഒരു പെർട്ടിക്കുലർ വാല്യൂ വോൾട്ടേജ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. വാല്യൂ വോൾട്ടേജിലായിരിക്കും മിനിമം കറണ്ട് കിട്ടുന്നത്. അപ്പോൾ പിന്നെ വി പിയെക്കാളും നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യാൻ അവിടെ കാണില്ല. അപ്പോൾ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് കുറയും. നമുക്ക് കിട്ടിയ കറണ്ടിനേക്കാളും അത് കുറഞ്ഞ് ഒരു സ്മോൾ ഒരു കറണ്ട് ആയിരിക്കും പിന്നെ കിട്ടുന്നത്. ദാറ്റ്സ് കറണ്ട് ഈസ് ഐ വി, വാലി കറണ്ട്, ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ വോൾട്ടേജ് ഈസ് വാലി വോൾട്ടേജ്.
ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇനിയും നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഈ ബാരിയറിനെ ഇത്രയും നേരം, അതായത് ഈ ഫസ്റ്റ് 3 കേസിൽ നടന്നത് ടണലിങ്ങിന്റെ എഫക്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ ദർ ഈസ് നോ ടണലിങ്. സാധാരണ യൂഷ്വലി ഒരു ഡയോഡ് വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ ബാരിയറിനെ ക്രോസ് ചെയ്ത്, ഐ മീൻ ബാരിയറിന് ഓവറായിട്ട്, ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും ശരിക്കും പിന്നെയും ഇത് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ദാറ്റ് മൈറ്റ് ബി മോർ ദാൻ ദിസ് EG. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, യൂഷ്വലി ഉള്ള PN ജംഗ്ഷനിൽ കൂടി ഡയോഡ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് പോലെ ഒരു സിനാറിയോ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സോ ആ ഒരു റീജിയൻ ആണ് ഇവിടെ ഇങ്ങനെ എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്യുന്ന റീജിയൻ കാണിച്ചിരിക്കുന്നത്. ഇനിയും ഇൻഫൈനൈറ്റ് ആയിട്ട് പിന്നെയും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഉണ്ടായിട്ട് ഈ എൻ്റയർ ബ്രേക്ക് ഡൗൺ വഴി ഈ ഒരു മെറ്റീരിയൽ ഡിസ്ട്രക്ട് ചെയ്തു പോകും. ഓക്കെ, ബ്രേക്ക് ഡൗൺ കുഡ് ബി സെനർ ഓർ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. So okay, I hope all of you get this point. So